കുറേ നാളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് പരിഹരിക്കാൻ പറ്റിയിരുന്നില്ല. ഒരു പരിധിവരെ ഇപ്പോൾ ഞാൻ പരിഹരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യകാലത്തെ എൻ്റെ വിചാരം. കലണ്ടറൊക്കെ കൃത്യമായി ടൈം ബ്ലോക്ക് ചെയ്ത്, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത്, അത്യാവശ്യം നല്ല ഭക്ഷണം കഴിച്ച്, ജിമ്മിലൊക്കെ പോയി, അങ്ങനെ എല്ലാ സിസ്റ്റംസും റെഡി. എല്ലാ പ്രൊഡക്ടിവിറ്റി ഹാക്കും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞൊരു 3 മണിയാകുമ്പോഴേക്കും എൻ്റെ ബാറ്ററി തീരും. വെറും ഒരു ക്ഷീണമല്ല. ഞാൻ പറയുന്ന തലയ്ക്കകത്ത് ഒരുതരം മൂടൽമഞ്ഞ് കയറിയതുപോലെയുള്ളൊരവസ്ഥയാണ്. ഒരു വാക്ക് പോലും നേരെ ചൊവ്വേ പറയാൻ പറ്റാത്ത ഒരുതരം ക്ഷീണം. എൻ്റെ ഫോക്കസ് അപ്പാടെ പോവും. മോട്ടിവേഷൻ പൂജ്യമാവും. പിന്നെ വൈകുന്നേരം വരെയുള്ള ജോലി ഒരുതരം വലിച്ചു നീട്ടലാണ്. കുറേ നാളായിട്ട് ഞാനിതിങ്ങനെ തള്ളി നീക്കുന്നുണ്ട്. ഒരു കോഫി കുടിക്കും, അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാം എന്ന് വയ്ക്കും. ഇതൊക്കെയാണ് പ്രൊഡക്ടിവിറ്റിയുടെ വാല്യൂ, അല്ലെങ്കിൽ ഹസിൽ എന്നൊക്കെയാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ, അതായത് കഠിനാധ്വാനത്തിലൂടെയും നീണ്ട നേരത്തെ ജോലിയിലൂടെയുമാണ് വിജയമുണ്ടാകുന്നത്, ഉറക്കം എന്നൊക്കെ പറയുന്ന നമ്മുടെ സമയത്തെ ബാധിക്കുന്ന ഒരുതരം ടാക്സ് പോലെയാണ്. അത് പരമാവധി കുറയ്ക്കണം, അതിനെ കീഴടക്കണം. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ ഫുൾ A+ കിട്ടണമെങ്കിൽ ഉറക്കമില്ലാതിരുന്ന് പഠിക്കണം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പറയുന്ന കഥ അപ്പാടെ തെറ്റാണെങ്കിലോ? ഒരുപക്ഷെ ഇത് അപകടകരമായ രീതിയിൽ നമ്മുടെ കഴിവിനെ പിന്നോട്ട് വലിക്കുകയാണെങ്കിലോ? നമ്മളെല്ലാവരും എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നത് ഒരുപാട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, കഷ്ടപ്പെടാത്തത് കൊണ്ടുമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ശരീരവുമായി നമ്മളറിയാതെ ഒരു യുദ്ധം നടക്കുന്നത് കൊണ്ടാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വലിയ വില കൂടിയ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും കുറവുള്ളത് നികത്തുകയോ സങ്കീർണമായ ബയോ ഹാക്കിങ്ങോ പ്രത്യേകതരം മോർണിംഗ് റൂട്ടീനോ ഒന്നും വേണ്ട. പകരം ഓരോ രാത്രിയിലും നമ്മുടെ ഉറക്കത്തെയും അതുവഴി നമ്മുടെ ഊർജ്ജത്തെയും ഇല്ലാതാക്കുന്ന കുറച്ച് ഇൻവിസിബിൾ ആയിട്ടുള്ള ശത്രുക്കളെ തിരിച്ചറിഞ്ഞാൽ മതിയെങ്കിലോ? കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ഈ വിഷയത്തിൽ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. മാത്യു വാക്കറിൻ്റെ വൈ വി സ്ലീപ്പ് പോലെയുള്ള പുസ്തകങ്ങൾ ഞാൻ PDF എടുത്ത് വായിച്ചിരുന്നു. ആൻഡ്രൂ ഹേബർമാൻ്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ എൻ്റെ ഊർജ്ജത്തിൻ്റെ ഒരു നിലയെ മാത്രമല്ല, ജോലിയോടും ജീവിതത്തോടും പ്രൊഡക്ടിവിറ്റിയോടും ഒക്കെയുള്ള എൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറയുന്നു, ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി എത്ര കിടന്നിട്ട് ഉറക്കം വരാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുമ്പുണ്ടായിരുന്നതിന് അത്ര ഫ്രീക്വൻ്റ് അല്ല ഇപ്പോൾ. ഇന്ന് അക്കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്. ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാതലൊരു മിസ്മാച്ചാണ്. ഞാനിതിനെ പൊതുവെ വിളിക്കുന്നൊരു പേരാണ് ദ ഗ്രേറ്റ് മിസ്മാച്ച്. നമ്മുടെ ശരീരവും തലച്ചോറും എല്ലാം ഇപ്പോഴും ഓടുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളൊരു സോഫ്റ്റ്വെയറിലാണ്. ആ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ ലോകത്തിന് വേണ്ടിയും ആയിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പൂർവികർ അവരുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്തിരുന്നത് ഒരൊറ്റ ഘടികാരത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, അതായത് സൂര്യൻ. സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചം അവരുടെ കണ്ണുകളിലേക്ക് വരും. ആ വെളിച്ചം അവരുടെ തലച്ചോറിനൊരു സിഗ്നൽ കൊടുക്കും. അങ്ങനെ കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ ഉണ്ടാകപ്പെടും. നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യുന്നത് ഹോർമോണുകളുടെ പ്രൊഡക്ഷനാണ്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ മാത്രമല്ല, നമ്മളെ ഉണർത്തുന്നൊരു പ്രധാനപ്പെട്ട സിഗ്നലാണ്. അതോടെ അവർ അലർട്ടാവും, ഫോക്കസ്ഡ് ആവും, ആ ദിവസത്തെ നേരിടാൻ വേണ്ടി തയ്യാറാകും. പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ലോകം വീണ്ടും ഇരുട്ടിലാവും. ഈ ഒരു ഇരുട്ട് വളരെ ശക്തമായ മറ്റൊരു സിഗ്നലായി മാറുകയും നമ്മുടെ കണ്ണിലൂടെ അത് തലച്ചോറിലെത്തിയിട്ട് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറത്തു വരാൻ തലച്ചോറിനൊരു നിർദ്ദേശം കിട്ടുകയും ചെയ്യും. ഈ മെലാട്ടോണിനാണ് ഉറങ്ങാൻ സമയമായി എന്ന് നമ്മുടെ ശരീരത്തോട് പറഞ്ഞ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഒരു സൈക്കിളില്ലേ, അതിനെ നമ്മൾ സർക്കാഡിയൻ റിഥം എന്ന് വിളിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താളമാണ്, റിഥമാണ്. അതായത് നമ്മുടെ ബയോളജിക്കൽ ഓർക്കസ്ട്രയുടെ മാസ്റ്റർ കണ്ടക്ടർ എന്ന് വിളിക്കാം. എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം എന്ന് മാത്രമല്ല, നമ്മുടെ മൂഡ്, ഹോർമോണിൻ്റെ ലെവല്, ദഹനം, ശരീരത്തിൻ്റെ താപനില, എന്തിന് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വരെ നിയന്ത്രിക്കുന്നത് ഈ ഒരു റിഥമാണ്. ഈ ഒരു താളം തെറ്റാതെ പോകുമ്പോൾ നമ്മുടെ ശരീരം നല്ലപോലെ എണ്ണയിട്ടൊരു യന്ത്രം പോലെ പ്രവർത്തിക്കും. പക്ഷേ ഒരു 150 വർഷം മുമ്പ് നമ്മുടെ പരിണാമത്തിൻ്റെ ടൈം ലൈനിൽ ഒരു കണ്ണിറുക്കി തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കഥയിലേക്കൊരു വില്ലൻ കടന്നു വന്നു. ഈ ഒരു സിസ്റ്റത്തെ അപ്പാടെ തകർത്ത് കളയുന്ന പ്രധാനപ്പെട്ടൊരു വില്ലൻ, ദാറ്റ് ഈസ് ലൈറ്റ് ബൾബ്. അതിനു മുമ്പ് നമുക്ക് വില്ലന്മാരുണ്ടായിരുന്നു, മെഴുകുതിരിയും വിറക് കത്തി വെച്ച് വെക്കുന്നതും ഒക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് ലൈറ്റ് ബൾബ് പോലെ ആയിരുന്നില്ല. അതൊരു ടെമ്പററി ആയിട്ട് വളരെ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു.
പക്ഷേ ലൈറ്റ് ബൾബ് അങ്ങനെയല്ല. അത് എല്ലാ മുറികളെയും തെരുവുകളെയും ഒക്കെ തന്നെ പകൽ പോലെ വെളിച്ചമുള്ളതാക്കി. പിന്നെ വന്നത് ടെലിവിഷൻ, കമ്പ്യൂട്ടർ, അവസാനം നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ. പെട്ടെന്ന് എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കാൻ തുടങ്ങുന്ന അവസ്ഥയെത്തി. നമ്മൾ 24 മണിക്കൂറും വെളിച്ചമുള്ളൊരു ലോകം തന്നെ സൃഷ്ടിച്ചു. നമ്മുടെ പാവം പുരാതന ശരീരത്തിന് ഇതിനെ എങ്ങനെ നേരിടണമെന്നൊരു പിടിയുമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അസ്തമിക്കാത്ത സൂര്യനുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള അവസ്ഥയായി. ഈ ഒരു വലിയ സംഘർഷമാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള ശത്രുക്കളെ ഉണ്ടാക്കിയത്. ഇതിലൊന്നാമത്തെ ഏറ്റവും ശക്തനായ ശത്രുവിനെ ഞാൻ വിളിക്കുന്നത് ദ ലൈറ്റ് ടോക്സിൻ അഥവാ പ്രകാശം എന്ന വിഷം എന്നാണ്. വെളിച്ചം എന്നാൽ വെളിച്ചം, അത്രയല്ലേ? അതല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ തലച്ചോറ് അതിനെ അങ്ങനെയല്ല കാണുന്നത്. നമ്മുടെ സ്ക്രീനുകളിൽ നിന്നും LED ലൈറ്റുകളിൽ നിന്നും വരുന്ന ഒരു നീല വെളിച്ചത്തിൻ്റെ ഒരു സ്പെക്ട്രം ഉണ്ട്. ഒരുപാട് വെളിച്ചത്തിൻ്റേതായിട്ടുള്ള പല എനർജി ലെവലുകളാണ് വരുന്നത്. അതിൽ ചുവപ്പ്, മഞ്ഞ, നീല, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വെളിച്ചമാണ് ഈ ഒരു അൾട്രാ വയലറ്റിൻ്റെ സൈഡിലോട്ട് നീങ്ങി നിൽക്കുന്ന നീല വെളിച്ചം, അതായത് ബ്ലൂ ലൈറ്റ്. തലച്ചോറിന് അതൊരു ശക്തമായ ഡ്രഗ് പോലെയാണ്. നമ്മുടെ കണ്ണുകളിൽ പ്രകാശത്തിൻ്റെ ഓരോ നിറങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടി പലതരത്തിലുള്ള റിസപ്റ്ററുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 3 റിസപ്റ്റേഴ്സാണ് ഉള്ളത്. ചുവപ്പ് തിരിച്ചറിയുക, അതിനു വേണ്ടിയിട്ടുള്ള റിസപ്റ്റേഴ്സ്, അതായത് ആ ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാക്കുന്ന കോശങ്ങൾ, പച്ച റിസപ്റ്റേഴ്സ്, നീല റിസപ്റ്റേഴ്സ്. പക്ഷേ ഇതിൽ ഇൻട്രിൻസിക്കലി ഫോട്ടോ സെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയൽ സെൽസ് എന്നറിയപ്പെടുന്ന ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രകാശത്തിൻ്റെ പല എനർജികളെ തിരിച്ചറിയുന്ന റിസപ്റ്റേഴ്സിൽ നീല പ്രകാശത്തെ തിരിച്ചറിയുന്ന സിഗ്നലുകൾക്ക് തലച്ചോറിൻ്റെ മാസ്റ്റർ ക്ലോക്കിനോട് വളരെയധികം റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് പകൽ സമയമാണ് എന്നുള്ള റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നീല ലൈറ്റുകൾക്ക് മറ്റേത് നിറത്തെക്കാളും നമ്മുടെ തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പഠനമാണ് ഹാർവാർഡിൽ നടന്ന ഒരു പഠനം. കുറച്ച് ആളുകളെ രാത്രിയിൽ ബ്ലൂ ലൈറ്റ് അടിക്കുന്ന സ്ക്രീനുകൾക്ക് മുന്നിലിരുത്തി. കുറച്ചുപേരെ സാധാരണ ബ്ലൂ ലൈറ്റ് കുറഞ്ഞ് നമ്മൾ മൊബൈലിൽ ഈ ഐ പ്രൊട്ടക്ഷൻ ഇടില്ല, അപ്പോൾ ഒരു മഞ്ഞ ലൈറ്റല്ലേ വരുന്ന ആ ഒരു വെളിച്ചത്തിൽ ഇരുത്തി. ബ്ലൂ ലൈറ്റ് ഏറ്റവരുടെ ശരീരത്തിലെ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം ആ രാത്രിയിൽ പകുതിയായിട്ട് കുറഞ്ഞു. അതായത് ഉറക്കം വരുന്ന ഹോർമോൺ കുറയാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അവരുടെ സർക്കാഡിയം റിഥം ഏകദേശം 3 മണിക്കൂർ പിന്നോട്ട് പോയി. അതായത് 9 മണിയാണെങ്കിൽ ശരീരത്തിന് 6 മണിയാണെന്നുള്ള ഫീലായി. അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ഉറങ്ങേണ്ട ശരീരം പുലർച്ചെ 1 മണിയായിട്ടും ഉറങ്ങാൻ തയ്യാറായിരുന്നില്ല എന്ന എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പിന്നീട് പോകാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറും ഒരു സ്ക്രീൻ നമ്മുടെ ശരീരത്തിൻ്റെ ക്ലോക്കിനെ ഇത്രയും മാറ്റാൻ കഴിവുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ബാധിക്കുമെന്നറിയാമോ? നമ്മുടെ ഉറക്കത്തിന് 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഡീപ്പ് സ്ലീപ്പ്, 2 REM സ്ലീപ്പ്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയും, നമ്മുടെ കണ്ണിങ്ങനെ ആവുന്നൊരു സ്ലീപ്പാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഈ ഡീപ്പ് സ്ലീപ്പിലാണ് ശരീരം സ്വയം റിപ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഓർമ്മകളെ തലച്ചോറിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു സമയം. REM സ്ലീപ്പിലാണ് നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് മെച്ചപ്പെടുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് അവിടെയാണ് കൂടുന്നത്. ഈ നീല വെളിച്ചം ഡീപ്പ് സ്ലീപ്പിനെയും REM സ്ലീപ്പിനെയും ഒരുപോലെ നശിപ്പിക്കും. അവസാനം 8 മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങിയാലും ഒരു ഉന്മേഷവും ഇല്ലാതെയായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. പക്ഷേ വെളിച്ചം കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. രണ്ടാമത്തെ ശത്രു കുറച്ചുകൂടി സൂക്ഷ്മനാണ്. ഞാനതിനെ ദ ടൈം കേജ് അഥവാ സമയം എന്ന കൂട് എന്ന് വിളിക്കാം. പറ്റുമെങ്കിൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം എഴുതാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ലൈവായിട്ട് തോന്നിയതാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇതിൻ്റെക്കാൾ കൂടുതൽ ഡീപ്പായിട്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ചാപ്റ്റേഴ്സ് വരുന്ന രീതിയിൽ ഈ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതെല്ലാം തന്നെ പലരായിട്ട് പല പഠനങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് പറയുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും റെഫറൻസും അതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള അനാലിസിസും ഒക്കെ നടത്തി നമുക്ക് ചെയ്യാം. സോ പണ്ടൊക്കെ സമയം എന്ന് പറയുന്നത് ഒഴുകി നീങ്ങുന്ന ഒന്നായിട്ട് കണക്കാക്കും. കാരണം നമുക്ക് വേറെ ഡ്യൂട്ടീസ് ഒന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണത്തിനായിട്ട് എല്ലാം കണ്ടെത്തുക, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു വേട്ടയാടലെ കാര്യങ്ങൾ. പക്ഷേ ഫാക്ടറികളും 9 മണി മുതൽ 5 മണി വരെയുള്ള ജോലികൾ ചെയ്യുന്ന ഒരു പാറ്റേൺ വന്നതോടുകൂടി നമ്മളെല്ലാവരും സമയത്തിനെ ഒരു കൂട്ടിലാക്കാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ക്രോണോ ടൈപ്പുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിലർ ജനിതകപരമായിട്ട് ലാർക്കുകളാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നവരെയാണ് ലാർക്ക് എന്ന് വിളിക്കുന്നത്. അവർ എപ്പോഴും പകൽ ആക്റ്റീവ് ആയിരിക്കും. മറ്റു ചിലരുണ്ട്, അവർ ഓൾസ് ആണ്. രാത്രിയിലായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആവുക. രാവിലെ എഴുന്നേൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അത് ജനറലി അവരിൽ തന്നെയുള്ളൊരു കാര്യമാണ്. ഭൂരിഭാഗം പേരും ഇതിൻ്റെ രണ്ടിലും ഇടയിൽ വരുന്നവരാണ്. ഇത് വെറുമൊരു ഇഷ്ടമല്ല, നമ്മുടെ DNA തന്നെയുള്ളൊരു കാര്യമാണ്. PER3 എന്നൊരു ജീനുണ്ട്. ഈ ജീനിൻ്റെ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മൾ രാത്രി ഉണർന്നിരിക്കുന്ന ആളാണോ പകൽ ഉണർന്നിരിക്കുന്ന ആളാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം മുഴുവനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ രാവിലെ എണീക്കുന്ന ലാർക്കുകൾക്ക് വേണ്ടിയാണ്. സ്കൂൾ നേരത്തെ തുടങ്ങും, ഓഫീസ് നേരത്തെ തുടങ്ങും. സോ ഇത് കാരണം രാത്രി ആക്റ്റീവ് ആവുന്ന 40% ആൾക്കാരോടും ഈ ലോകം പറയാതെ പറയുന്നത് നിങ്ങൾ മടിയന്മാരെന്നാണ്, നിങ്ങൾക്ക് അച്ചടക്കമില്ല എന്നാണ്.
ഈ ഒരു സാമൂഹിക സമ്മർദ്ദം നമ്മളെ സോഷ്യൽ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. ജർമ്മനിയിലെ ലുഡ്വിഗ് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടിൽ റോയിൻബർഗ് ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഏകദേശം 65,000 പേരിൽ നടത്തിയ ഒരു വലിയ സർവേയിൽ അദ്ദേഹം കണ്ടെത്തിയത് എന്തെന്നാൽ വീക്കെൻഡിൽ കൂടുതൽ നേരം ഉറങ്ങുന്നവർക്ക്, അതായത് സോഷ്യൽ ജെറ്റ് ലാഗ് ഉള്ളവർക്ക് പൊണ്ണത്തടി വരാനുള്ള സാധ്യത 3 ഇരട്ടി കൂടുതലാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഓളായ വ്യക്തി അല്ലെങ്കിൽ രാത്രി ആക്റ്റീവ് ആകുന്ന വ്യക്തി ആഴ്ച മുഴുവൻ തൻ്റെ ശരീരത്തോട് യുദ്ധം ചെയ്ത് രാവിലെ 7 മണിക്ക് അലാറം വെച്ച് എണീറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ ശനിയും ഞായറും വരുമ്പോൾ അവർ അവരുടെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു പോയിട്ട് രാവിലെ ഒരു 10 മുതൽ 11 മണി വരെ ഉച്ച വരെ കിടന്നുറങ്ങുന്നു. എല്ലാ ആഴ്ചയും ഇങ്ങനെ ഉറക്കത്തിൻ്റെ സമയം മാറ്റുന്നത് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി ദുബായിൽ പോയതിന് ശേഷം ഞായറാഴ്ച തിരിച്ചു വരുന്ന പോലെയാണ്. എല്ലാ ആഴ്ചയും സംഭവിക്കുന്നുണ്ട്. നമ്മൾ നമുക്ക് ചുറ്റും സമയത്തിൻ്റെ ഒരു കൂടാണ് ഇങ്ങനെ പണിയുന്നത്. ഇത് നമ്മളെ മൂന്നാമത്തെ ശത്രുവിലേക്ക് എത്തിക്കുന്നു, ദ റിവഞ്ച് മൈൻഡ് അഥവാ പ്രതികാരം ചെയ്യുന്ന മനസ്സ്. നിങ്ങൾ ഒരുപക്ഷെ റിവഞ്ച്, ബെഡ് ടൈം, പ്രോക്കാസ്റ്റിനേഷൻ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ചൈനയിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. അവിടെ 996 കൾച്ചർ എന്ന് പറയും. അതായത് രാവിലെ 9 മുതൽ രാത്രി 9 വരെ, ആഴ്ചയിൽ 6 ദിവസം ജോലി. അങ്ങനെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ വരുമ്പോൾ ആളുകൾ രാത്രി ഉറങ്ങാൻ പോവാതെ കുറച്ച് സമയം സ്വന്തമായിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊരു നിശബ്ദമായ പ്രതിഷേധമാണ്. നിങ്ങളുടെ ദിവസം മുഴുവൻ ഇഷ്ടമില്ലാത്ത മീറ്റിങ്ങുകളും മറുപടി കൊടുക്കേണ്ട ഇമെയിലുകളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആരും നിങ്ങളോടൊന്നും ആവശ്യപ്പെടാത്ത, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടേതാണ് എന്ന് തോന്നുന്ന ഒരേ ഒരു സമയം രാത്രി ഒരു 10 മണിക്കും 1 മണിക്കും ഇടയിലുള്ള കുറച്ച് മണിക്കൂറുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഉറക്കം ബലി കൊടുത്തുകൊണ്ട് നമ്മളൊരു എപ്പിസോഡ് കൂടി കാണും. കുറച്ചുകൂടി നേരം ഫോണിൽ സ്ക്രോൾ ചെയ്യും. നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രസൻറ്റ് ബയാസ് എന്നൊരു സൈക്കോളജിക്കൽ തിയറിയാണ്. അതായത് ഭാവിയേക്കാൾ നമ്മൾ ഇപ്പോഴത്തെ സന്തോഷത്തിന് കൂടുതൽ വില കൊടുക്കും. ആ നിമിഷം കിട്ടുന്ന ആശ്വാസത്തിന് വേണ്ടി നാളത്തെ നമ്മുടെ ഊർജ്ജത്തെയും സന്തോഷത്തെയും നമ്മൾ പണയം വയ്ക്കും. ഇതൊരു വിഷമവൃത്തമാണ്. ഇനി നിശബ്ദമായി പ്രവർത്തിക്കുന്ന നാലാമത്തെ ശത്രുവാണ് ദ തെർമൽ പ്രിസൺ, മലയാളത്തിൽ ചൂടിൻ്റെ തടവറ എന്ന് പറയാം. ഉറക്കം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ ഓർ കോർ ബോഡി ടെമ്പറേച്ചറാണ്, ഉള്ളിലുള്ള താപനില. അത് കുറയ്ക്കണം. ശരിക്കും നല്ല ഉറക്കത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഒരു ശരാശരിയേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറയണം. ഇതിനുവേണ്ടി നമ്മുടെ ശരീരം കൈകളിലൂടെയും പാദങ്ങളിലൂടെയും ഒക്കെ തന്നെ ചൂട് പുറന്തള്ളും. 1999 നേച്ചർ മാഗസിനിൽ വന്ന ഒരു ക്ലാസിക് പരീക്ഷണമുണ്ട്. ഗവേഷകർ ഇൻസോംനിയ, അതായത് ഉറക്കമില്ലായ്മയുള്ള കുറച്ച് ആളുകളെ ഒരു പ്രത്യേകതരം സ്യൂട്ട് ധരിപ്പിച്ചു. ഈ സ്യൂട്ട് അവരുടെ ശരീരത്തിൻ്റെ താപനില വളരെ പതുക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നായിരുന്നു. ഫലം എന്താണെന്നറിയാമോ? ആ സ്യൂട്ട് ധരിച്ചവർ സാധാരണ ഉറങ്ങുന്നതിനേക്കാൾ വേഗത്തിൽ ഉറങ്ങുകയും അവർക്ക് കൂടുതൽ ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ശരീരം തണുക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടുള്ള മുറികളിൽ കട്ടിയുള്ള പുതപ്പിനടിയിൽ ഉറങ്ങുന്നു. എല്ലാവർക്കും AC വെക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ഒരു ഹാബിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇത്രത്തോളം കെട്ടിയടയ്ക്കപ്പെട്ട റൂമിനകത്തൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ വായു സഞ്ചാരം ഉണ്ടായിരുന്നു എന്ന് പറയാം. സോ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 4 ശത്രുക്കളെ മനസ്സിലായില്ലേ? ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനൊക്കെ എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നം തിരിച്ചറിയുക എന്ന് പറയുന്നത് ഫസ്റ്റ് പടിയാണ്. പക്ഷേ എനിക്കിഷ്ടം പ്രായോഗികമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. അതുകൊണ്ട് ഈ ഗവേഷണങ്ങളെല്ലാം ഞാൻ വായിച്ചു നോക്കിയതിന് ശേഷം, ഫുള്ള് വായിച്ചിട്ടില്ല, ഒരുവിധം പഠിച്ചതിന് ശേഷം ഞാനൊരു ലളിതമായിട്ടുള്ള സിസ്റ്റം സജസ്റ്റ് ചെയ്യാം. ദ 4 ലെവർ സ്ലീപ്പ് സിസ്റ്റം എന്ന് പറയും. ഒന്നാമത്തേതും ഏറ്റവും ശക്തവുമായിട്ടുള്ള ഒരു ലിവറാണ് ദ ലൈറ്റ് ലിവർ. എണീറ്റ് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ 10 മുതൽ 15 മിനിറ്റ് വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം കൊള്ളണം. സൺഗ്ലാസ് വയ്ക്കരുത്. പക്ഷേ ഈ രാവിലെ വെയിൽ കൊള്ളുന്നത് നമ്മുടെ സർക്കാരിയൻ ഋതത്തെ സെറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ സൂര്യനെ നേരിട്ട് നോക്കരുത്. രാത്രിയിൽ ഉറങ്ങുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് വീട്ടിലെ ലൈറ്റുകളുടെ വെളിച്ചം കുറച്ച് ഒരു ഡിജിറ്റൽ സൺസെറ്റ് ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ദ ഷെഡ്യൂൾഡ് ലെവറാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ഥിരതയാണ്. നിങ്ങളുടെ ഉറക്കം എന്ന് പറയുന്ന ഷെഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണീക്കുന്ന സമയമാണ്. ആഴ്ചയിൽ 7 ദിവസവും ഒരേ സമയം എഴുന്നേൽക്കാൻ ശ്രമിക്കുക. സോഷ്യൽ ജെറ്റ് ലാഗ് ഒഴിവാക്കാൻ ഇതിലും നല്ലൊരു മാർഗ്ഗമില്ല. മൂന്നാമത്തെ ലിവറാണ് ദ മൈൻഡ് ലിവർ. അതായത് ഇതിന് വേണ്ടത് ഷട്ട് ഡൗൺ റിച്വലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രെയിൻ ഡംപ്. 2018 ബെയ്ലർ യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനം ഇതിൻ്റെ ശക്തി തെളിയിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു ഡിഫറൻറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവേഷകർ ഒരു ഗ്രൂപ്പ് ആളുകളോട് ഉറങ്ങുന്നതിന് മുമ്പ് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റായിട്ട് എഴുതാൻ പറഞ്ഞു. മറ്റൊരു ഗ്രൂപ്പിനോട് അന്ന് ചെയ്ത കാര്യങ്ങൾ എഴുതാനും പറഞ്ഞു. നാളത്തെ കാര്യങ്ങൾ എഴുതിയ ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനേക്കാൾ ശരാശരി 9 മിനിറ്റ് നേരത്തെ ഉറങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറും 5 മിനിറ്റ് എഴുതുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനെ എത്രമാത്രം ശാന്തമാക്കാൻ പറ്റുമെന്ന്.
നാലാമത്തെ ലിവറാണ് ടെമ്പറേച്ചർ ലിവർ. നമ്മുടെ ബെഡ്റൂം തണുത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ജനലും വാതിലുമൊക്കെ തുറന്നിട്ട് അകത്തുള്ള ചൂട് കാറ്റൊക്കെ പുറത്ത് കളയാനും, ഭയങ്കര കട്ടിയുള്ള പുതപ്പ് ഉപയോഗിക്കാതിരിക്കാനും, അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്ന ഫാൻ ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കുക. എല്ലാവർക്കും AC അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ വായിച്ചപ്പോൾ ഒരു 20-22 ഡിഗ്രി സെൽഷ്യസാണ് നല്ല താപനില എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ജിയോഗ്രഫിക്കലി നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ ഒരു 24-26 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും നല്ലപോലെ ഉറങ്ങാൻ പറ്റും. പേഴ്സണലി എനിക്ക് 24 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് താങ്ങാനേ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പുരാതന ശരീരവും ഈ ഹൈപ്പർ മോഡേൺ ലോകവും തമ്മിലുള്ളൊരു പൊരുത്തക്കേടാണ് നമ്മുടെ ക്ഷീണത്തിന് പ്രധാന കാരണം. പക്ഷെ നമുക്ക് പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പോരാടാൻ പറ്റും. ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ വായിച്ച് പഠിച്ച് പരീക്ഷിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ അതൊക്കെ ഹെൽത്തി ആയിരിക്കണം. നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വില കൂടിയ ഗാഡ്ജറ്റുകൾ വാങ്ങുന്നതിനെക്കുറിച്ചോ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്നതിനെക്കുറിച്ചോ അല്ല. ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവത്തിൻ്റെ മാറ്റമാണ്. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ സമയം കളയുന്ന ഒരു ബാധ്യതയേ അല്ല, മറിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കഴിവും സന്തോഷവും കൂട്ടാനുള്ളൊരു ടൂളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉറക്കം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. അതിന് വിള്ളൽ വന്നാൽ അതിൻ്റെ മുകളിൽ എന്ത് കെട്ടിയാലും അത് തകർന്നു വീഴും. വർഷങ്ങളോളം ഉറക്കത്തിന് ശത്രുവിനെ പോലെ കണ്ട ഒരു വ്യക്തി പഠിക്കാനും ജോലിക്കും വേണ്ടി ഉറക്കം ബലി കൊടുത്തൊരു വ്യക്തിയാണിത് പറയുന്നത്. ഉറക്കത്തെ എൻ്റെ ബയോളജിയുമായിട്ട് ചേർത്ത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും, ഷെഡ്യൂൾ അനുസരിച്ച് വീഡിയോസുകൾ ചെയ്യാനും, അതിൻ്റെ ഒരു പങ്ക്ച്വാലിറ്റി നിലനിർത്താനും, സന്തോഷത്തോടെ ഉച്ച കഴിഞ്ഞ് തളർച്ചയില്ലാതെ വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന. എൻ്റെ ഫോക്കസ് കൂടി, ഐഡിയകൾ മെച്ചപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ ചലഞ്ച് ഇതാണ്. നമ്മൾ മുമ്പ് ഒരു ഷുഗർ ചലഞ്ച് ചെയ്തിരുന്നു, അത് ഓൺ ഗോയിങ് ആണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. എൻ്റെ പുതിയ ചലഞ്ച് ഇതാണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങളില്ലേ, ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 4 കാര്യങ്ങൾ, അതിന് 4 സൊല്യൂഷൻസ് പറഞ്ഞു. ആ സൊല്യൂഷൻസും നിങ്ങൾ കണ്ടെത്തിയ കുറച്ച് സൊല്യൂഷൻസ് കൂടെ ഒരാഴ്ച ചെയ്തു നോക്കുക. ഒരുപക്ഷെ അതിലൊന്നായിരിക്കാം രാവിലെ വെയിൽ കൊള്ളുന്നൊരു നടത്തം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് എണീക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് പരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു. ക്രമേണ ഇത്തരത്തിലുള്ള ചലഞ്ചുകളും പങ്ക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഐഡിയാസ് ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറയുന്ന പല ചലഞ്ചുകളും, പല ഉദ്ദേശങ്ങളും ഉദ്യമങ്ങളും എല്ലാവരും ചേർന്ന് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനൊരു കോമൺ ആയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാറ്റങ്ങൾ കണ്ട് അത്ഭുതപ്പെടാൻ പറ്റും. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നതിനെക്കുറിച്ച് നിലവിൽ ഞാനൊരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതിൻ്റെ ലിങ്കും ഞാനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലിങ്കും താഴെയുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.